ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെബിലിറ്റി ഓഫ് നമ്മുടെ കാർബോകാറ്റയോൺ ഇൻ ടേംസ് ഓഫ് റെസണൻസ് എഫക്റ്റ്. ആദ്യം നമുക്ക് കാർബോകാറ്റയോൻ്റെ ജോമെട്രി വരയ്ക്കാം. CH3+, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ദാറ്റ് ഈസ് കാർബൺ പ്ലസ് ചാർജ്, 3 സിഗ്മ ബോണ്ടുണ്ട്, പിന്നെ ഒരു വേക്കൻറ്റ് പി ഓർബിറ്റലുണ്ട്. ഇവിടെ H വരും. ഇതാണ് കാർബോകാറ്റയോണിൻ്റെ ജോമെട്രി. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ റെസണൻസ് കാണിക്കുന്ന കാർബോകാറ്റയോൺ ഇസ് ഫാർ മോർ സ്റ്റേബിൾ ദാൻ ദോസ് ഇൻ വിച്ച് റെസണൻസ് ഇസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ അലൈൽ കാർബോകാറ്റയോണും ബെൻസൈൽ കാർബോകാറ്റയോൺ ആർ മോർ സ്റ്റേബിൾ ദാൻ നോർമൽ പ്രൊപ്പൈൽ കാർബോകാറ്റയോൺ. എന്തുകൊണ്ടാണ് അലൈൽ അല്ലെങ്കിൽ ബെൻസൈൽ കാർബോകാറ്റയോൺ ആർ മോർ സ്റ്റേബിൾ? കാരണം അവിടെ കോൺജുഗേഷൻ ഉണ്ട്, റെസണൻസ് ഉണ്ട്. ഈ കാർബോകാറ്റയോൺ ദാറ്റ് ഇസ് അലൈൽ കാർബോകാറ്റയോണിൽ ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് പോകും. ദാറ്റ് ഈസ് നമുക്ക് കിട്ടും CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇവിടെ പ്ലസ് ചാർജ് കിട്ടും, ദാറ്റ് ഇസ് CH2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, 2 സ്ട്രക്ചേഴ്സേ നമുക്ക് അലൈൽ കാർബോകാറ്റയോണിൽ ഇതിൽ വന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ബെൻസൈൽ കാർബോകാറ്റയോൺ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 5 സ്ട്രക്ചർ കിട്ടും. ദാറ്റ് ഈസ് 1 2 3 4 5 5 സ്ട്രക്ചർ കിട്ടും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും റെസണേറ്റിംഗ് സ്ട്രക്ചർ കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്റ്റെബിലിറ്റി കൂടും. സോ ബെൻസൈൽ കാർബോകാറ്റയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ അലൈൽ കാർബോകാറ്റയോൺ എന്ന് മനസ്സിലാവും. ഈ ബെൻസൈൽ കാർബോകാറ്റയോണിൽ തന്നെ ഈ ഫീനൈൽ ഗ്രൂപ്പ്സ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രൈഫീനൈൽ മീഥൈൽ കാർബോകാറ്റയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ ഡൈഫീനൈൽ മീഥൈൽ കാർബോകാറ്റയോൺ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ മോർ സ്റ്റേബിൾ ദാൻ എന്തുവാണ്? നോർമൽ ഫീനൈൽ കാർബോകാറ്റയോൺ. ഓക്കെ, അല്ലെങ്കിൽ നോർമൽ ഫീനൈൽ കാർബോകാറ്റയോൺ അല്ല, സോറി, ബെൻസൈൽ കാർബോകാറ്റയോൺ. ഓക്കെ, ഇനി ഇതിനെല്ലാത്തിനേക്കാൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളുണ്ട്, ട്രോപ്പീലിയം കാറ്റയോൺ. ദാറ്റ് ഇസ് സൈക്ലോഹെപ്റ്റ ട്രൈ ഈനൈൽ കാർബോകാറ്റയോൺ. അതെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് അരീൻസ് ആൻഡ് അരോമാറ്റിസിറ്റി എന്ന ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. ഈ സംഭവം 1 2 3 4 5 6 7 സ്ട്രക്ചറാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. സൈക്ലോഹെപ്റ്റ ട്രൈനൈൽ കാർബോകാറ്റയോൺ, ട്രോപ്പീലിയം അയോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളതിന് ശേഷം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻസ് ഓഫ് കാർബോകാറ്റയോൺ ആണ്. ഓക്കെ, നമ്മളപ്പോൾ റിയാക്ഷൻസ് ആണ് പറയുന്നത്. ആദ്യം എലിമിനേഷൻ ഓഫ് എ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം സപ്പോസ് CH3 സിംഗിൾ ബോണ്ട് CH3+ ആണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. CH2+ ആണെന്ന് വിചാരിക്കും. CH2+. ഓക്കെ, ഇതിൽ നിന്ന് നമുക്കൊരു H+നെ കളയാം, -H+. എങ്ങനെ കളയാം? ഈ CH3യിൽ നിന്ന് ഞാനിപ്പം CH2 സിംഗിൾ ബോണ്ട് CH2+ പ്ലസ്സിൽ നിന്ന് ഞാൻ ഇവിടെ നിന്നൊരു ഹൈഡ്രജനെ കളയുന്നു. ഇവിടെ നിന്നൊരു ഹൈഡ്രജനെ കളയുമ്പോൾ എനിക്കെന്ത് കിട്ടും? എനിക്കിവിടെ ഒരു മൈനസ് ചാർജ് കിട്ടും. ആ മൈനസ് ചാർജിനെ ഞാൻ ഇവിടെ കൊടുക്കും, ഇങ്ങോട്ട് കൊടുക്കും. ദാറ്റ് ഈസ് അപ്പോൾ എനിക്കത് ഈ മൈനസിന് ഇങ്ങോട്ട് പോകും. ദാറ്റ് ഈസ് CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് കിട്ടും. ഇവിടെ മൈനസ് ചാർജ് മീൻസ് ഇവിടെ കിട്ടുമ്പോൾ ഇതിന് മൈനസ് ചാർജ് ആവുമല്ലോ, അപ്പോൾ ഇതും ക്യാൻസൽ ആവും. അപ്പോൾ കണ്ടോ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 നമുക്കൊരു ആൽക്കീനെ കിട്ടി. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2+ന് -H+. ദാറ്റ് ഈസ് എലിമിനേഷൻ ഓഫ് എ പ്രോട്ടോൺ. ഇതിനൊരു H+ കളയുമ്പോൾ ഇവിടെ മൈനസ് ചാർജ് കിട്ടും. H+ അല്ലേ, ആ മൈനസ് ചാർജ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇത് ക്യാൻസൽ ആവും. ദാറ്റ് CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടി. അതുപോലെ ഇനി ഈ ന്യൂക്ലിയോഫൈലുമായിട്ട് ഇതിന് കമ്പൈൻ ആയിട്ട് കഴിവുണ്ട്. അടുത്ത് എന്താണ് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ ചോദിച്ചാൽ, നോർമലി ഇപ്പം പ്രൈമറിയിലിരിക്കുന്ന ഒരു കാർബൺ ആറ്റം, പ്രൈമറി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2+, ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാർബോകാറ്റയോൺ, പ്രൈമറിയിലിരിക്കുന്ന ഒരു കാർബോകാറ്റയോൺ. നമ്മളിതിനെ നമുക്ക് ചെയ്യുമ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2, ഇതിന് ഞാനൊന്ന് വ്യത്യാസമായിട്ട് രീതിയിൽ എഴുതാം. CH3 സിംഗിൾ ബോണ്ട് C, മുകളിൽ H, താഴെ H, ഗിവിങ് CH2+. ഈ Hനെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? CH3 സിംഗിൾ ബോണ്ട് CH പ്ലസ് സിംഗിൾ ബോണ്ട് CH3 എന്ന് കിട്ടും. കിട്ടുന്ന ആൾക്ക് മൈനസ് ആവും, കുഴപ്പമില്ല. ഇവിടെ നഷ്ടപ്പെട്ടതുകൊണ്ട് പ്ലസ് ചാർജ് വരും. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? ഇങ്ങനെയും അത് പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിലോട്ട് മാറേണ്ട കഴിവും ആർക്കുണ്ട്? കാർബോകാറ്റയോൺ ഉണ്ട്. താങ്ക് യു.